നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ടോബി ചാണ്ടി, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ, കൊച്ചി. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയെക്കുറിച്ചാണ്. ഭക്ഷ്യവിഷബാധ സാധാരണ നമ്മളിപ്പോൾ കാണുന്നത് പഴകിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഈ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തൊക്കെ കുക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള യൂട്ടൻസിൽസ് നൈഫും കട്ടിംഗ് ബോർഡും ഒക്കെ യൂസ് ചെയ്യുമ്പം ഒക്കെ നമുക്ക് വിഷബാധ ഉണ്ടാകാം. അതുപോലെ അൺഹൈജീനിക് ആയിട്ടുള്ള വെള്ളം, കണ്ടാമിനേറ്റഡ് വാട്ടർ സോഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം മീറ്റ് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ്, എഗ്ഗും ഒക്കെ ഒത്തിരി നേരം നമ്മൾ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിന് അത് ഒപ്റ്റിമൽ അല്ല. അത് കാരണം അത് പെരിഷബിൾ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്പോയിൽഡ് ആയാലും നമുക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. അപ്പം ഇത് ഭക്ഷ്യവിഷബാധ പല ടൈപ്പിൽ ഓർഗാനിസംസ് ആണ് ഭക്ഷ്യവിഷബാധ കോസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകാം, ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഈക്കോളൈ അല്ലെങ്കിൽ സാൽമോണല്ല കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ വൈറലായിട്ടുള്ള കോസ് കാരണം ഉണ്ടാകാം, ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ നോർവോ വൈറസ്. അതുപോലെ പാരസൈറ്റിക് ആയിട്ട് പാരസൈറ്റ്സ് കാരണം ഉണ്ടാകും, ജിയാർഡിയ ഫോർ എക്സാമ്പിൾ. പിന്നെ നമുക്ക് ഈ സീ ഫുഡിനകത്തൊക്കെ ഈ ബോട്ടിലിനം ടോക്സിൻ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ടോക്സിൻസ് കാരണവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. ചില കേസസിൽ ഇപ്പം കീടനാശിനി, അതുപോലെ അഡിറ്റീവ്സ്, നമ്മുടെ അജിനോമോട്ടോ പോലെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കെമിക്കൽസ് കാരണവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. സാധാരണഗതിയിൽ ഭക്ഷ്യവിഷബാധ അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം അനുസരിച്ച് ചില കേസസിൽ 2 തൊട്ട് 3 മണിക്കൂർ വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ 5 തൊട്ട് 6 മണിക്കൂറിനകത്ത് അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. സാധാരണ നമ്മൾ ഈ പേഷ്യൻ്റ് ഭക്ഷ്യവിഷബാധ കാരണം അഫക്റ്റഡ് ആയ ഒരു പേഷ്യൻ്റ് സാധാരണ വരുമ്പം അബ്ഡോമിനൽ പെയിൻ ആണ് ഒരു മെയിൻ സിംറ്റമായിട്ട് വരുന്നത്, വയറുവേദന അല്ലെങ്കിൽ വയറിളക്കം. അതുപോലെ വോമിറ്റിംഗ് ഉണ്ടാകാം, വോമിറ്റിംഗ്, പനി, ബോഡി പെയിൻ. ഇതൊക്കെയാണ് പൊതുവെ ഭക്ഷ്യവിഷബാധയുടെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പം മൈൽഡായിട്ട് വരുമ്പോൾ പൊതുവെ പേഷ്യൻ്റ് വെളിയിലുള്ളവരൊക്കെ ഒരു ഒറ്റമൂലിയൊക്കെ എടുത്ത് അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. ബട്ട് ഭക്ഷ്യവിഷബാധ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല, കാരണം ഈ ടോക്സിൻസ് വെളിയിൽ പോകേണ്ടതാണ്. ഡോക്ടേഴ്സ് പോലും ലൂസ് മോഷനുള്ള മരുന്ന് എഴുതുമ്പോൾ അത് ലൂസ് മോഷൻ കുറയ്ക്കാനല്ല, അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന അങ്ങ് എക്സ്ട്രീം കേസസിൽ മാത്രമേ അങ്ങനെ എഴുതാറുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ഒറ്റമൂലി കഴിച്ച് അത് ഒതുക്കാൻ നോക്കുന്ന ഒരു നല്ലൊരു ഹാബിറ്റ് അല്ല. ഞാൻ നമ്മൾ ഭക്ഷ്യവിഷബാധ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ചികിത്സിക്കാം? അപ്പം വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാരങ്ങ വെള്ളം, ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട് നാരങ്ങ വെള്ളം നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാം, ഇച്ചിരിച്ചിരിയായിട്ട് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫാർമസിയിൽ നിന്ന് ORSന്റെ ജ്യൂസ് പാക്കറ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ORS പൗഡറായിട്ട് കിട്ടും. അത് നമുക്ക് വെള്ളത്തിൽ കലക്കി ORS നമുക്ക് കുടിക്കാം. പിന്നെ ഇപ്പം എക്സ്ട്രീം കേസസ്, അമിതമായിട്ട് ഒത്തിരി പ്രാവശ്യം ഛർദിലുണ്ട്, അല്ലെങ്കിൽ അമിതമായിട്ട് വീക്കാണ്, ക്ഷീണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുടെ കാഷ്വാലിറ്റിയിലോട്ടോ ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ ടീമിൽ ആരെങ്കിലുമായിട്ട് കൺസൾട്ട് ചെയ്യാം. നോർമലി സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ ഡ്രിപ്പ് ഇടുന്നു, ആൻറ്റിഎമറ്റിക്സ് കൊടുക്കുന്നു, അതിന് ഛർദിനുള്ള മരുന്നും ആൻറ്റി ഡയറിയൽ വയറിളക്കത്തിനുള്ള മരുന്നൊക്കെയാണ് കൊടുക്കുന്നത്. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത് ഓൺലി അതുപോലെ നമുക്ക് ബാക്ടീരിയൽ ഡയറിയയുടെ സസ്പിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ലൂസ് മോഷനകത്ത് അങ്ങനെ ബ്ലഡ് വല്ലതും കാണുവാണെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് ഈ ഒരു കേസ് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ നോർമലി ഒരു 1 ദിവസം തൊട്ട് 3 ദിവസം വരെ എടുക്കും ഇതൊന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട്, കുറയാനായിട്ട്. പിന്നെ ഈ ചില കേസുകളിൽ എന്ന് വെച്ചാൽ ചില സബ്സെറ്റ് ഓഫ് പീപ്പിൾ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, പ്രായം കുറഞ്ഞ കുട്ടികൾ, അതുപോലെ പ്രായമുള്ള ഒത്തിരി എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, ഓൾഡായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ്, അതായത് ക്യാൻസറും HIV അങ്ങനെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയിട്ടുള്ള പേഷ്യൻസിലും ഭക്ഷ്യവിഷബാധ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് എത്രയും പെട്ടെന്ന്
ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിന് ചികിത്സ തരാം. പിന്നെ നമുക്ക് ഭക്ഷ്യവിഷബാധ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം? അത് മെയിനായിട്ട് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതുപോലെ നിലവാരമുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വേണം. നമ്മുടെ ഒരു ഗട്ട് വി ഹാവ് ടു ട്രസ്റ്റ്, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇച്ചിരി നിലവാരമുള്ളിടത്തു നിന്നൊക്കെയാണ് കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഈ വഴിയിൽ നിന്ന് കഴിക്കുന്നതൊക്കെ സ്ട്രീറ്റ് ഫുഡ് അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഡെഫിനറ്റ്ലി ഇങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫുഡ് അതിൻ്റെ എക്സ്പയറി കാണും. എക്സ്പയറി നോക്കിയിട്ട് എക്സ്പയറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊന്നും ഭക്ഷിക്കില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. പിന്നെ വീട്ടിൽ ചെയ്യാവുന്നത് ഈ റോ മീറ്റും മുട്ടയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുക്ക്ഡ് ഫുഡിൽ നിന്ന് നമ്മൾ മാറ്റി വേണം ഫ്രിഡ്ജിൽ വെക്കാനും. അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡും നൈഫും ഒക്കെ വേറെ വേറെ ആയിരിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നൈഫും കട്ടിംഗ് ബോർഡും ഒക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് വേണം. ഇപ്പം റോ വെജിറ്റബിൾസും മീറ്റും കട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴുകിയിട്ട് വേണം കുക്ക് ഫുഡിനൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വരുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അത് സാധാരണ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. എന്നാലും സ്ട്രെസ് ചെയ്യുന്ന നമ്മൾ ഉപ്പും വിനാഗിരിയും മഞ്ഞളും ഒക്കെ ഇട്ട് അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. കാരണം ഇതിനകത്ത് കീടനാശിനിയൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്ത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിപ്പം ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ കാരണം അനേക ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരാൾ കുഴിമന്തി കഴിച്ച് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നു. അതിന് മുമ്പ് ഷവർമ അത് കഴിച്ച അനേക ആൾക്കാർ സിക്കാകുന്നു, മരണത്തിന് ഇടയാകുന്നു. ഇത് ഡെഫിനറ്റ്ലി ഒരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്ത് ആണ് നമ്മൾ കെയർഫുൾ ആണെങ്കിൽ. അപ്പം എൻ്റെ ഹോപ്പ് ഇപ്പം ഇവിടുത്തെ ഗവർണിംഗ് ബോഡീസ് FSSAI പോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേരള ഫുഡ് അതോറിറ്റി ഇവർ ഈ ഹോട്ടൽസൊക്കെ റെഗുലർലി ചെക്ക് ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്താൽ നല്ല ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കേസസൊക്കെ ഇങ്ങനത്തെ ഡെത്ത്സൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.